റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്ക് ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനി എന്നാണ് സൂചന. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനി എന്നാണ് രേഖകളിലുള്ളത്. കമ്പനിയുടെ മറ്റൊരു പാർട്ണറായ അനീസ് കോടമ്പിയാത്ത് അറക്കലിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ 15,57,000 രൂപ ED മരവിപ്പിച്ചിരുന്നു. SS ശരൺ കൂടുതൽ വിവരങ്ങളുമായി. SS ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. അപ്പൊ ചുരുക്കത്തിൽ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി ഇല്ലേ? ആ കമ്പനി കേവലം ഒരു കടലാസ് കമ്പനി മാത്രമാണോ ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ള വിവരം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസിന്റെ തുടക്കത്തിൽ വീണ ടിയുടെ ഒരു കമ്പനിയുടെ വിവരം മാത്രമാണ് EDക്ക് ലഭിച്ചിരുന്നത്. അത് എക്സാലോജിക് സൊല്യൂഷൻസ് ആണ്. അതിന് പിന്നാലെ മെയ് 27 വിശദമായ റെയ്ഡുകൾ നടത്തിയപ്പോഴാണ് വീണ ടി പാർട്ണറായ മറ്റൊരു കമ്പനിയുണ്ട്, അത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ള കമ്പനി ഉണ്ടെന്നുള്ളത് ED മനസ്സിലാക്കുന്നത്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2023 മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനി എന്നുള്ളതാണ് രേഖകളുള്ളത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ റെയ്ഡുകളുടെ ഭാഗമായിട്ട് ഈ ഭാഗത്തേക്ക്, അതായത് ഈ മേൽവിലാസത്തിൽ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നതാണ്. എന്നാൽ അവിടെ ഒരു ഓഫീസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ED പറയുന്നത്. ഒപ്പം തന്നെ ഈ മേൽവിലാസത്തിലും ചില ദുരൂഹതകൾ ഉണ്ടെന്നുള്ളതും ED കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊരു ഷെൽ കമ്പനി ആണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. ഈ കമ്പനിയുടെ ഡയറക്ടർമാരായിട്ട് പാർട്ണർമാരായിട്ട് കാണിച്ചിരിക്കുന്നത് 2 പേരെയാണ്. ഒന്ന് വീണ ടി ആണ്. ഇതിന് പുറമെ മറ്റൊരാളെന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയായ അനീസാണ്. ഈ അനീസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ED തീരുമാനിച്ചിരിക്കുന്നത്. ഇയാളിൽ നിന്ന് ഈ കമ്പനിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ വീണ ടിയെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വീണ്ടും ചോദ്യം ചെയ്യുന്നതും EDയുടെ പരിഗണനയിലുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ റെയ്ഡുകൾക്ക് പിന്നാലെ വീണയുമായി ബന്ധമുള്ള കമ്പനിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഈ കമ്പനിയുടെ അക്കൗണ്ടിലുള്ള 15,57,000 രൂപ ED മരവിപ്പിച്ചിരുന്നതാണ്. അത് കണ്ടുകെട്ടാനുള്ള റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ കൂടുതൽ പരിശോധനകൾ തുടർന്നുകൊണ്ട് പോകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. വല്ലാത്ത ദുരൂഹതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ED അത്ര പെട്ടെന്ന് ഈ കേസ് വിടുന്ന ലക്ഷണമില്ല. അപ്പോൾ CMRL എക്സാലോജിക് ഇടപാട് എന്നുള്ളത് ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ ഉടമയായ വീണ ടി എവിടെയൊക്കെ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടോ അവിടേക്കൊക്കെ ED ഇതിൻ്റെ അന്വേഷണം ഇന്നലെ ചെന്ന് കണ്ടു. അതിൽ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ലെന്നോ, ആ കമ്പനി ഒരു ഷെൽ കമ്പനി ആണെന്നോ ഉള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് ഞങ്ങളും അന്വേഷിച്ചു. അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തിനാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നത് അല്ലേ?